എങ്ങനെ എലമെന്റ്സ് റിവിറ്റിൽ നിന്ന് എലമെന്റ്സ് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ സെലക്ട് ചെയ്ത എലമെന്റ്സ് ഫിൽട്ടർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോഡലിൽ കുറച്ച് പൈപ്പുകൾ, വ്യത്യസ്തങ്ങളായ പൈപ്പ് സൈസുകൾ നമ്മൾ വരച്ചിടാണ്. ആദ്യം 8 ഇഞ്ചിൻ്റെ, ഇനിയിപ്പോൾ 6 ഇഞ്ചിൻ്റെ പൈപ്പുകൾ, വ്യത്യസ്തമായ സൈസിലുള്ള പൈപ്പുകൾ നമ്മൾ വരച്ചിടാണ് ചെയ്യുന്നത്. 4 ഇഞ്ച്, 6 ഇഞ്ചിൻ്റെ വരച്ചു, 8 ഇഞ്ചിൻ്റെ വരച്ചു, ഇനിയിപ്പോൾ 4 ഇഞ്ച്. കുറച്ച് പൈപ്പുകൾ നമ്മൾ വെറുതെ വരച്ചിടാണ്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള പൈപ്പുകൾ നമ്മൾ 3 വ്യത്യസ്തങ്ങളുള്ള 4 ഇഞ്ചിൻ്റെ, പിന്നെ 6 ഇഞ്ചിൻ്റെ, 8 ഇഞ്ചിൻ്റെ പൈപ്പ്. ഇനിയിപ്പോൾ ഒരു ഡയം കൂടി വരച്ചിടാം. 3 ഇഞ്ചിൻ്റെ വരച്ച്. ഇതെങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമുക്ക് ആവശ്യം 3 ഇഞ്ചിൻ്റെ പൈപ്പ് മാത്രമാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് 3 ഇഞ്ചിൻ്റെ പൈപ്പിന് നമുക്ക് ഒരു ഇൻസുലേഷൻ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് 3 ഇഞ്ചിൻ്റെ പൈപ്പ് മാത്രമായിട്ട് എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇന്നത്തെ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഡൈനാമോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡൈനാമോൻ്റെ ക്ലാസ് വീഡിയോയിൽ പറഞ്ഞ പോലെ മാനേജ് ഇതിലാണ് നമുക്ക് ഇത് എടുക്കുന്നത്. ഡൈനാമോ അതിൽ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതാണ് സെലക്ഷനിൽ പോയി കാറ്റഗറി കൊടുത്തു. കാറ്റഗറിയിൽ നമ്മളിപ്പോൾ പൈപ്പ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പൈപ്പുകളും നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാറ്റഗറി പൈപ്പായി. ഇനി ഓൾ എലമെന്റ്സ് ഓഫ് കാറ്റഗറി ടു കാറ്റഗറി വയർ ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാ പൈപ്പുകളും സെലക്ട് ആയി. ഇനി ഇതിൽ നമ്മൾ അടുത്തത് എങ്ങനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ ഗെറ്റ് പാരാമീറ്റർ വാല്യൂ ബൈ നെയിം ഇത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എലമെന്റ്സ് ടു എലമെന്റ് കണക്ട് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ ഏത് പാരാമീറ്ററാണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് സൈസാണ് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പൈപ്പ് വെറുതെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇടത് വശത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈസിൻ്റെ പാരാമീറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈസിൻ്റെ പാരാമീറ്റർ ഡയാമീറ്റർ എന്ന് പറഞ്ഞ പാരാമീറ്റർ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഡയാമീറ്റർ 3 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെ ഡയാമീറ്റർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡയാമീറ്റർ സ്ട്രിങ് ആയിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാരാമീറ്ററിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാ പൈപ്പുകളുടെയും സൈസുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫിൽട്ടർ ചെയ്യണം? ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള നോഡാണ് FilterBoolMask. ഇത് വയ്ക്കണം. FilterBoolMask വയ്ക്കുമ്പോൾ നമുക്ക് 2 ഇൻപുട്സ് വേണം. ഒന്ന് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലിസ്റ്റിൽ നിന്നാണ് നമുക്ക് എലമെന്റ്സ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ എലമെന്റ്സിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് പോകും. ഇനി മാസ്ക് എന്താണ് നമ്മൾ മാസ്ക് ചെയ്യേണ്ടത്? അതിന് നമുക്ക് അടുത്ത ഒരു നോഡ് കൂടി വെക്കേണ്ടതുണ്ട്. അടുത്ത ദിവസത്ത് നമുക്ക് ഒരു ഈക്വൽ ടു ഓപ്പറേറ്റേഴ്സ് ഈ നോഡാണ് നമുക്ക് ഇതിന് ഉപകാരപ്പെടുക. ഇത് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഏതാണ് ഇനിയിപ്പോൾ ഇതിൽ ഇവിടെ ഒരു എറർ വന്നിട്ട് അത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും. ഏതിൽ നിന്ന് ഏതാണ് ഫിൽട്ടർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഇതും കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വാല്യൂ, ഇനി y വാല്യൂ ഏത് നമ്പറാണ് നമുക്ക് വേണ്ടത്? നമ്മളിപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത് 6 ഇഞ്ചിൻ്റെ പൈപ്പാണെന്ന് വെച്ചു. 6 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ y കണക്ട് ചെയ്തു. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സെലക്ട് ആയി.
ആയിട്ടുണ്ട്. ഏത് ഇപ്പം ഇന്നിൽ നമ്മളൊരു വാച്ച് നോഡ് വെക്കാൻ പോകണം. ഇന്നിൽ വാച്ച് നോഡ് വെച്ച് കഴിഞ്ഞാൽ വാച്ച് നോഡ് ഇൻടു വാച്ച് നോഡ്. അപ്പോൾ നമ്മൾ 5 പൈപ്പ് ആണ് ഇതിൽ 6 ഇഞ്ചിൻ്റെ പൈപ്പ് ഉള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നോക്കി 6 ഇഞ്ച്. അപ്പോൾ 1 2 3 4 5 പൈപ്പ് ഇവിടെ എത്ര കിട്ടിയത്? ശരിയല്ലേ? 5 പൈപ്പാണ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ പൈപ്പാണ് സെലക്ട് ആകാൻ വേണ്ടതെന്ന് വെച്ചാൽ ഈ 6 എന്നുള്ളത് മാറ്റി നമ്മൾ 8 ഇഞ്ചിട്ട് 8 എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി 3 പൈപ്പ് സെലക്ട് ചെയ്യാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ആകെ കൂടി 8 ഇഞ്ചിൻ്റെ പൈപ്പ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 പൈപ്പാണ് ഉള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് 3 ഇഞ്ചിന് കൂട്ടത്തിൽ ഇപ്പോൾ 6 ഇഞ്ചിൻ്റെ പൈപ്പുണ്ട്, 4 ഇഞ്ചിൻ്റെ പൈപ്പുണ്ട്, 3 ഇഞ്ചിൻ്റെ പൈപ്പുണ്ട്, 8 ഇഞ്ചിൻ്റെ പൈപ്പുണ്ട്. നമുക്കിപ്പോൾ 4 ഇഞ്ചിന് മേലെയുള്ള പൈപ്പുകൾ വേണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള അടുത്ത സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമുക്ക് ഈ നോഡിന് പകരം നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ വേറൊരു നോഡ് വയ്ക്കും. ഗ്രേറ്റർ ദാൻ ഇത് മാറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ 2 നോഡുകളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ താഴേക്ക് നമ്മൾ ഇതിൽ എക്സ് ഏതാ വരാ? എക്സ് സെയിം തന്നെ ലിസ്റ്റ്. ഇനി വൈ ഏത് കണക്ക് വൈ വാല്യൂല് നമ്മൾ ഏത് പൈപ്പിന് മേലുള്ള സൈസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ 6 മേലെയുള്ള പൈപ്പുകൾ അല്ല 4 ഇഞ്ചിനേക്കാളും മേലെയുള്ള പൈപ്പുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മാസ്കിൽ ഇത് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായി കണ്ടോ? 8 പൈപ്പുകളുണ്ട്, 4 ഇഞ്ചിൻ്റെ പൈപ്പുകൾ. ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 4 ഇഞ്ചിൻ്റെ 6 ഇഞ്ച് ചെറിയ പൈപ്പുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിലോ നമ്മൾ തിരിച്ച് ഈ ഓപ്പറേറ്ററാണ് നോഡ് നയിക്കുന്നത്. ഓക്കെ, തിരിച്ച് നമ്മൾ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വൂളൻ നമ്മൾ മാറ്റി കൊടുക്കണം. 4 ഇഞ്ചിനേക്കാളും ചെറുത് 8 ഇഞ്ചിനേക്കാളും 6 ഇഞ്ചിനേക്കാളും താഴ്ന്നുള്ള പൈപ്പുകളാണ് എല്ലാ പൈപ്പുകളും സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. മാസ്ക് കണക്ട് ചെയ്യുന്നു. 6 ഇഞ്ചിനേക്കാളും താഴെയുള്ള 15 പൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൈപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ്സ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. നമുക്ക് ആവശ്യമായ സൈസിലേക്ക് ആവശ്യമായ സൈസുള്ള പൈപ്പുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നോഡുകളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട നോഡുകൾ ഒന്ന് നമ്മൾ ഇവിടെ ഫിൽട്ടർ ബൂൾ മാസ്ക് എന്ന് പറഞ്ഞ നോഡാണ് നമുക്ക് ഇതിനെ സഹായിക്കുന്നത്. അതും ഈക്വൽ ടു പറയുന്ന നോഡുമാണ്. ഈ 2 നോഡിൻ്റെ കോമ്പിനേഷനാണ് നമുക്കിങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ സഹായിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് കാണാം.